ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC ഗൈഡ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ PSCയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്നും ചോദിക്കാവുന്ന മാക്സിമം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതിയാവും. കാരണം അത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോകാം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തുന്നതിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 പറയുന്നത് 31A, സെക്കൻഡ് 48A, തേർഡ് 51A. അപ്പോൾ ഇതിനകത്ത് ഏതിനൊക്കെയാണ് പറയുന്നത്? 48Aയും 51Aയുമാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ബി, അതായത് 2ഉം 3ഉം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന ഏതാണ്? ഫസ്റ്റ് ചമ്പകം ദൊരൈരാജൻ VS സ്റ്റേറ്റ് ഓഫ് മദ്രാസും, സെക്കൻഡ് വരുന്നത് ഗോലക്നാഥ് VS സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, തേർഡ് വരുന്നത് കേശവാനന്ദ ഭാരതി VS കേരള സംസ്ഥാനം, തേർഡാണ് മിനർവ മിൽസ് ലിമിറ്റഡ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാന നയത്തിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാം. ഈ ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. സർക്കാരിൻ്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണ്. ഇത് ഭേദഗതിക്ക് വിധേയമാണ്. കൂടാതെ ജുഡീഷ്യൽ അവലോകനത്തിനും അതീതമാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 2ഉം 3ഉം 4ഉം ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൽ തെറ്റായിട്ട് വരുന്നത് എന്താണ്? ഈ ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമല്ല, മറിച്ച് അയർലൻഡിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ നിർദ്ദേശക തത്വങ്ങളാണ് സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, ശാസ്ത്രീയമായ രീതിയിൽ കൃഷി വികസിപ്പിക്കാൻ സംസ്ഥാനം ശ്രമിക്കണം, മര്യാദയായ എല്ലാ ഉപജീവന മാർഗങ്ങളും ലഭ്യമാക്കുക. ഇതിൽ ആൻസർ വരുന്ന ഏതൊക്കെയാണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, അതുപോലെ മര്യാദയായ എല്ലാ ഉപജീവന മാർഗങ്ങളും ലഭ്യമാക്കുക. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. താഴെ പറയുന്ന പ്രസ്താവനകൾ A മുതൽ D വരെ വിശകലനം ചെയ്യുകയും കൂടാതെ ABCD ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യാം. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എയിൽ നിയമനിർമ്മാണത്തിൻ്റെ ഉദ്യമനത്തിനായി ഓരോ വ്യക്തിയെയും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്ലാസ്സായി കണക്കാക്കാം. അത് ശരിയാണ്. ഇനി ഓപ്ഷൻ ബി, 6 മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്തായി? അവിടെ അതിൽ തന്നെ തെറ്റായി. ഇനി 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ 31ാം വകുപ്പ് ഒഴിവാക്കി. എന്നാൽ 44ാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ 31ാം വകുപ്പ് ഒഴിവാക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷനും എന്തായി? അത് തെറ്റായി. ഇനി 42ാം ഭേദഗതിയിലൂടെ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? എയും ഡിയും. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സിയിൽ എയും ഡിയും മാത്രം പ്രസ്താവനകൾ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. നിയമവിരുദ്ധമായ തടങ്കലിൽ നിന്ന് ഒരു പൗരനെ സംരക്ഷിക്കാൻ ആവശ്യമായ ഭരണഘടനാ പ്രതിവിധി ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്നു എന്ന് ഉറപ്പു നൽകുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 50 ആണ്. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന് ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 49 നവംബർ 26 മുതൽ നിലവിൽ വന്നിരിക്കുന്നത് ഏതാണ്? പൗരത്വം മാത്രമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 19 എന്താണ്? മൗലിക അവകാശങ്ങളാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമായ പോക്സോ 2012 നിലവിൽ വന്നത് ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 3A ബേസ് ചെയ്തിട്ടാണ് പോക്സോ നിയമം 2012 നിലവിൽ വന്നത്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ 51A എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക കടമകളും. അതുപോലെ ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി മാത്രമാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്?
സുപ്രീം കോടതിക്ക് മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് മാത്രമല്ല, ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അതുകൊണ്ട് ഇതിലെ രണ്ടാമത്തെ പ്രസ്താവനയാണെന്ത് ശരിയായിട്ടുള്ളത്. ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ഭരണഘടനാപരമായോ നിയമപരമായോ ഉള്ള കടമകൾ ചെയ്യാൻ നിർബന്ധിതനാകുന്ന ഉത്തരവേതാണ്? ഓപ്ഷൻ ബി മാൻഡമാസ് ആണ്. മാൻഡമാസ് എന്ന് വെച്ചാൽ എന്താ? നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ കൽപ്പിക്കുകയാണ്, ആ ജോലി ചെയ്യാനായിട്ട് അയാൾ നിർബന്ധിതനാകുകയാണ്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ ഇവ എന്ത് ചെയ്യാം? പരിമിതപ്പെടാം. അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യാറുണ്ട്. അതുപോലെ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണെന്ന് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 1, 2, 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. ഐഡൻറ്റിഫൈ ദ ആർട്ടിക്കിൾ വിച്ച് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാഡി. അതായത് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷിക്കാൻ പാടില്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. കോ വാറൻറ്റോ എന്നതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കോ വാറൻറ്റോ എന്നാൽ ഏത് വാറൻറ്റ് മുഖേന എന്നാണ് അർത്ഥം. നിയമവിരുദ്ധമായ ഒരു പൊതു ഓഫീസ് വഹിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത് കോടതി പുറപ്പെടുവിക്കുന്നു. ഒരു സ്വകാര്യ ഓഫീസുമായി ബന്ധപ്പെട്ട് കോ വാറൻറ്റോ നൽകാനാവില്ല. ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ജോലിയിൽ പ്രവേശിക്കുന്നത് തടയാൻ ഇത് കോടതി പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? കോ വാറൻറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു ഓഫീസ് വഹിക്കുന്ന ഒരു വ്യക്തി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അത് തടയാനും കോടതിക്ക് ഇത് പുറപ്പെടുവിക്കാം. എന്നാൽ സ്വകാര്യ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കോ വാറൻറ്റോ നൽകാനാവില്ല. അപ്പോൾ ഇതിൽ 3 ഓപ്ഷൻസും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ ഭരണഘടനാപരമായുള്ള പ്രതിവിധിക്കുള്ള അവകാശം. ഇതിലേതൊക്കെയാണ് മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശവും. The 73rd Amendment Act added constitutional status to Panchayat Raj institutions. It added 11th schedule to the Constitution. The Act added Part 9 to the Constitution. ഈ 73rd Amendment Act പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ? പഞ്ചായത്ത് രാജ്, അതുപോലെ 11th ഷെഡ്യൂളും പാർട്ട് 9ഉം. ഈ 3 കാര്യങ്ങളും 73rd Amendment പ്രകാരം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അയോഗ്യരാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് 10ാം ഷെഡ്യൂളിൽ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി, അതായത് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 52ാം ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയുടെ 104ാം ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പാർലമെൻറ്റിലും നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം നീട്ടി നൽകി. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നോമിനേഷൻ നിർത്തലാക്കി. അതുപോലെ കേന്ദ്ര സർവീസുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നൽകി. ഇതിനകത്ത് ഏതൊക്കെയാണ് 104ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്നിരിക്കുന്നത്? പാർലമെൻറ്റിലും നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ സംവരണം എന്ത് ചെയ്തു? നീട്ടി നൽകി. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നോമിനേഷൻ നിർത്തലാക്കി. ഇത് രണ്ടുമാണ് 104ാം ഭേദഗതി പ്രകാരം ശരിയായിട്ടുള്ളത്. GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 101ാം ഭേദഗതിയാണ്. താഴെ പറയുന്നതിൽ ഭരണഘടനയുടെ 44ാം ഭേദഗതിയുമായി ബന്ധമില്ലാത്തതാണ്. മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നിർത്തലാക്കിയത് ഏതാണ്? 44ാം ഭേദഗതി വഴിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ കലാപം എന്ന വാക്കുപയോഗിച്ചതും 44ാം ഭേദഗതിയിലൂടെ നിലവിൽ വന്നതാണ്. ക്യാബിനറ്റിൻ്റെ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരം മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവൂ എന്ന വ്യവസ്ഥയും 44ാം ഭേദഗതി വഴി നിലവിൽ വന്നതാണ്. ഇനി ആർട്ടിക്കിൾ 360 ഭേദഗതി ചെയ്തു. അതെന്താണ്? 368 ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഇൻക്രീസ് ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജ് ഫ്രം 60 to 62 ഇയേഴ്സ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ്? 15th, അതായത് ഓപ്ഷൻ എ 15th അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഹൈക്കോടതി ജഡ്ജിൻ്റെ ഏജ് 60 62 ഇയേഴ്സിലേക്ക് മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ?
ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് എന്നിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങൾക്ക് കേന്ദ്ര നിയമത്തിനാണ് മുൻഗണന വരുന്നത്. ശേഷിക്കുന്ന അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ശരിയായിട്ടുള്ളത്? ഈ പറയുന്ന 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 42-ാം ഭേദഗതി. മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഏതാണ്? 12-ാം ഷെഡ്യൂളാണ്. താഴെ പറയുന്നവയിൽ ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓരോ ജില്ലയിലും ഒരു ജില്ലാ ആസൂത്രണ സമിതി ഉണ്ടായിരിക്കണം. ജില്ലയിലെ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും വേണ്ടി തയ്യാറാക്കിയ പദ്ധതികൾ ക്രോഡീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ചുമതല. ജില്ലാ കളക്ടറാണ് സമിതിയുടെ അധ്യക്ഷൻ. ഇതിൽ ഓപ്ഷൻ 1ഉം 2ഉം എന്താണ്? ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി 3 തലത്തിലുള്ള പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം, അതായത് ത്രിതല പഞ്ചായത്ത് രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, രാജസ്ഥാൻ. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന കമ്മിറ്റികളെ അവ രൂപീകരിച്ച കാലക്രമത്തിൽ എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, സെക്കൻഡ് അശോക് മേത്ത കമ്മിറ്റി, തേർഡ് GVK റാവു കമ്മിറ്റി, ഫോർത്ത് വരുന്നത് LM സിംഗ്വി കമ്മിറ്റി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എയിലാണ്. ആർട്ടിക്കിൾ 243T പ്രകാരം മുനിസിപ്പാലിറ്റികളിൽ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത് ആർക്കൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗക്കാർക്കും അതുപോലെ സ്ത്രീകൾക്കും വേണ്ടി. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഗ്രാമസഭയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമതലത്തിൽ പഞ്ചായത്ത് പരിധിയിലുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ ചേരുന്നതാണിത് ഗ്രാമസഭ എന്ന് പറയുന്നത്. അതുപോലെ വർഷത്തിൽ ചുരുങ്ങിയത് 2 തവണയെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം. പഞ്ചായത്തിൻ്റെ ബജറ്റുകളും കണക്കുകളും ഗ്രാമസഭയിൽ അവതരിപ്പിക്കണം. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ഗ്രാമസഭയെ സംബന്ധിച്ച് ശരിയാണ്. ആർട്ടിക്കിൾ 21A പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വാഭാവികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86-ാം ഭേദഗതിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായി ക്രമീകരിക്കാം. കോളം എയും കോളം ബിയും കൊടുത്തിട്ടുണ്ട്. ഗ്രാമസഭയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 243A ആണ്. പഞ്ചായത്തുകളുടെ കാലാവധി ആർട്ടിക്കിൾ 243E ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 243K ആണ്. അതുപോലെ ധനകാര്യ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 243I ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെയാണ് ഇതിൻ്റെ ആൻസർ കീ വരുന്നത്. ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്നാണ് അറിയപ്പെടുന്നത്. 1947 ജനുവരി 22-ന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ വിധിച്ചു. ഇതിനകത്ത് 4ാമത്തെ ഓപ്ഷൻ എന്താണ്? കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒഴിച്ച് ബാക്കി 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനയുടെ ആത്യന്തിക അധികാരം ജനങ്ങളിലാണെന്നത് സൂചിപ്പിക്കുന്നു. 1949 ജനുവരി 26-നാണ് ഭരണഘടന അംഗീകരിച്ചതെന്ന് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 പ്രസ്താവനകളും എന്താണ്? ആമുഖത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആമുഖത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ്. ആമുഖത്തിലെ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. ഇതുവരെ ഒരു തവണ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ആ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇതിൽ സോഷ്യലിസം, സെക്യുലറിസം, ഇൻറ്റഗ്രിറ്റി എന്നിങ്ങനെ 3 വാക്കുകളും എന്ത് ചെയ്തു? ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ആമുഖത്തിൻ്റെ ഭേദഗതിയെക്കുറിച്ച് പറയുന്നതിൽ ശരിയായിട്ടുള്ളതാണ്. ആമുഖത്തിലെ ആശയങ്ങൾ കടമെടുത്ത രാജ്യങ്ങളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്താൻ. ആമുഖം എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നും. ആമുഖത്തിലെ ഭാഷ ഓസ്ട്രേലിയയിൽ നിന്നും. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 ജോഡികൾ എന്താണ്? ശരിയാണ്. മതനിരപേക്ഷ എന്ന ആശയത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാ?
ഇന്ത്യയിൽ മതനിരപേക്ഷത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭരണകൂടത്തിന് ഔദ്യോഗിക മതമില്ല എന്നതാണ്. എല്ലാ മതങ്ങളെയും തുല്യമായി സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ രീതി. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ഈ വാക്ക് ആമുഖത്തിൽ ചേർത്തത്. മതം എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കാര്യമാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. ഈ പറയുന്ന 4 പ്രസ്താവനകളും മതനിരപേക്ഷതയെപ്പറ്റി ശരിയായിട്ടുള്ളതാണ്. പരമാധികാരം എന്ന പദത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. ഇന്ത്യ ആഭ്യന്തരമായും ബാഹ്യമായും പൂർണ്ണ സ്വതന്ത്രമാണെന്നത് സൂചിപ്പിക്കുന്നു. കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ അംഗമായതുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തിന് കുറവ് സംഭവിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെ ഇടപെടലില്ലാതെ തീരുമാനങ്ങളെടുക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഇന്ത്യ ആഭ്യന്തരമായും ബാഹ്യമായും പൂർണ്ണ സ്വതന്ത്രമാണെന്നത് സൂചിപ്പിക്കുന്നു. അതുപോലെ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. ഈ 2 പ്രസ്താവനകളാണ് ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്. ജനാധിപത്യം എന്നതിനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം കൂടിയാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പരോക്ഷ ജനാധിപത്യമാണ്. സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, കൃത്യമായ ഇടവേളകളിലുള്ള തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. പറഞ്ഞ 3 പ്രസ്താവനയും ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പദങ്ങളും അവയുടെ അർത്ഥവും നമുക്ക് നോക്കാം. പരമാധികാരം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരവും ബാഹ്യമായ കാര്യങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. സോഷ്യലിസ്റ്റ് മീൻസ് സാമൂഹികവും സാമ്പത്തികവുമായ തുല്യത ലക്ഷ്യമിടുന്നു. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതവുമില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. നീതിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? ആമുഖത്തിന് 3 തരം നീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതൊക്കെയാണ്? സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം. റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ജാതി, മതം, വർണ്ണം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഇല്ലാതിരിക്കുന്നതിനെ സാമൂഹിക നീതി എന്ന് വിളിക്കുന്നു. സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിലുള്ള വിവേചനം ഒഴിവാക്കുന്നതിനാണ് സാമ്പത്തിക നീതി എന്ന് പറയുന്നത്. അപ്പോൾ നീതിയെക്കുറിച്ച് ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഈ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ, അതായത് 1979 ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും പ്രത്യേക പദവികൾ നൽകുന്നില്ല എന്നതാണ്. സാഹോദര്യം എന്നത് വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നു. പറയുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. റിപ്പബ്ലിക് എന്ന പദത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. രാഷ്ട്രത്തലവൻ പാരമ്പര്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയാണ് ഇന്ത്യയിലുള്ളത്. രാഷ്ട്രത്തലവൻ നിശ്ചിത കാലയളവിലേക്ക് ജനങ്ങളാൽ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നതാണ് റിപ്പബ്ലിക് കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ പൊതു ഓഫീസുകളിലും വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും തുറന്നു കൊടുക്കുന്നു. ഏതൊക്കെ പ്രസ്താവനകളാണ് റിപ്പബ്ലിക് എന്ന ആശയവുമായിട്ട് യോജിക്കുന്നത്? ബിയും സിയുമാണ്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രത്തലവനെ പാരമ്പര്യമായിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് എങ്ങനെയാണ്? രാഷ്ട്രത്തലവനെ നിശ്ചിത കാലയളവിലേക്ക് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള രീതി. അതുപോലെ എല്ലാ പൊതു ഓഫീസുകളിലും വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നുമുണ്ട്. ആമുഖത്തെക്കുറിച്ചുള്ള പ്രശസ്തമായ നിരീക്ഷണങ്ങളിൽ ശരിയായ ജോഡി ഏത്? ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് പറഞ്ഞാണ് എന്നെ പൽക്കിവാല. ആമുഖം നമ്മുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി. ആമുഖം ഭരണഘടനയെ ആത്മാവെന്ന് വിളിച്ചതാരാണ്? താക്കൂർദാസ് വാർഗ്. അപ്പോൾ ഈ പറഞ്ഞ 3 ജോഡികളും ശരിയായിട്ടുള്ളതാണ്. നമുക്ക് ക്വിക്ക് റിവിഷൻ പോയിന്റ്സ് നോക്കാം. ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ ആമുഖം ഭേദഗതി ചെയ്തത് 42-ാം ഭേദഗതിയിലൂടെയാണ് 1976. ആ ഒരു ഭേദഗതി മാത്രമാണ് എന്ത് ചെയ്തത്? നമ്മുടെ ആമുഖത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് ആമുഖത്തിൽ? സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത. ആമുഖത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ലക്ഷ്യപ്രമേയമാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് നമ്മുടെ ആമുഖമായിട്ട് മാറിയിരിക്കുന്നത്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 3 കുറിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റാനോ പേര് മാറ്റാനോ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഇതിനായുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ അനുമതി നിർബന്ധമാണ്. ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭയുടെ അനുമതിയില്ലാതെ പാർലമെൻറ്റിന് സംസ്ഥാന അതിർത്തി മാറ്റാൻ സാധിക്കില്ല. ആർട്ടിക്കിൾ 3 പ്രകാരം നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റാനോ അല്ലെങ്കിൽ പേര് മാറ്റാനോ പാർലമെൻറ്റിന് അധികാരമുണ്ട്.
എന്നാൽ ഇതിനുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രപതിയുടെ അനുമതി നേടിയിരിക്കുകയും വേണം. ഇനി ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭയുടെ അനുമതി ഇല്ലാതെ പാർലമെൻറ്റിന് സംസ്ഥാന അതിർത്തി മാറ്റാൻ സാധിക്കില്ല. പക്ഷേ സംസ്ഥാന നിയമസഭയുടെ അനുമതി ഇല്ലെങ്കിൽ കൂടിയും എന്ത് ചെയ്യാം? പാർലമെൻറ്റിന് സംസ്ഥാന അതിർത്തി മാറ്റാം. അതായത് നിയമസഭയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിലും പാർലമെൻറ്റിന് അത് സ്വീകരിക്കണമെന്നില്ല. ഇപ്പോൾ അനുമതി ഇല്ലെങ്കിൽ കൂടിയും പാർലമെൻറ്റിന് എന്ത് ചെയ്യാം? സംസ്ഥാന അതിർത്തി മാറ്റാൻ സാധിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 4 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും അതിർത്തി മാറ്റവും ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതിയായി കണക്കാക്കില്ല. ഇത്തരം നിയമങ്ങൾ പാർലമെൻറ്റിൽ സാധാരണ ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 368 എന്താണ്? ഭേദഗതിയാണ് പറയുന്നത്. അപ്പം പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും അതിർത്തി മാറ്റവും ഒന്നും 368 പ്രകാരമുള്ള ഭേദഗതിയായിട്ട് കണക്കാക്കില്ല. അതുപോലെ ഇത്തരം നിയമങ്ങൾ എന്ത് ചെയ്യാം? പാർലമെൻറ്റിൽ സാധാരണ ഭൂരിപക്ഷത്തോടെ, അതായത് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. താഴെ പറയുന്നതിൽ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത്? ആർട്ടിക്കിൾ 2 പുതിയ സംസ്ഥാനങ്ങളെ യൂണിയനിൽ ചേർക്കൽ അല്ലെങ്കിൽ സ്ഥാപിക്കൽ. ആർട്ടിക്കിൾ 3 എന്താണ്? നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയാണ്. ആർട്ടിക്കിൾ 1 ഇന്ത്യയുടെ പേരും ഭൂപ്രദേശവും. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഭരണഘടനയുടെ 2ാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ ഏക പൗരത്വമാണുള്ളത്. പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ്സ് എന്താണ്? കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഉത്തരം എന്താ പറയുന്നത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയല്ല. ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആർട്ടിക്കിൾ 5 പ്രകാരം ഇന്ത്യയിൽ ജനിച്ചവർക്കുള്ള പൗരത്വവും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പൗരത്വത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 6 പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ പൗരത്വത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 7 പ്രതിപാദിക്കുന്നത്. ഇതിൽ ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. പൗരത്വം നഷ്ടമാകുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. സ്വമേധയാ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. പൗരത്വം ഉപേക്ഷിക്കുന്നതിലൂടെയോ പൗരത്വം റദ്ദാക്കുന്നതിലൂടെയോ അത് നഷ്ടപ്പെടാം. ആർട്ടിക്കിൾ 9 പ്രകാരം വിദേശ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായി തുടരാൻ സാധിക്കില്ല. ഈ പറഞ്ഞ 3 പ്രസ്താവനകൾ, അതായത് സ്വമേധയാ നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി അവിടെ നഷ്ടപ്പെടും. അതുപോലെ പൗരത്വം നമുക്ക് സ്വമേധയാ ഉപേക്ഷിക്കുന്നതിലൂടെയോ പൗരത്വം റദ്ദാക്കുന്നതിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാം? അത് നഷ്ടപ്പെടാം. ഇനി ആർട്ടിക്കിൾ 9 പ്രകാരം വിദേശ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായിട്ട് പിന്നീട് തുടരാനായിട്ട് സാധിക്കത്തില്ല. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആർട്ടിക്കിൾ 8 എന്താണ്? വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വം. ആർട്ടിക്കിൾ 10 പൗരത്വ അവകാശങ്ങളുടെ തുടർച്ച. ആർട്ടിക്കിൾ 11 പൗരത്വത്തെക്കുറിച്ച് നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിനുള്ള അധികാരം. ഈ പറഞ്ഞ 3 ആർട്ടിക്കിൾസും എന്താണ്? ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസും അതിൻ്റെ വിഷയവും നമുക്കൊന്ന് നോക്കാം. ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്? ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വമാണ് ആർട്ടിക്കിൾ 5 പ്രകാരം പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 6 എന്താണ്? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുടെ പൗരത്വമാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്. 7 എന്തായിരുന്നു? ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയവരുടെ പൗരത്വത്തെക്കുറിച്ചായിരുന്നു. ഇനി ആർട്ടിക്കിൾ 9 ആണെങ്കിലോ വിദേശ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം അവിടെ ഇല്ലാതാകുകയാണ്. ആർട്ടിക്കിൾ 11 പൗരത്വ നിയമങ്ങൾ പരിഷ്കരിക്കാൻ പാർലമെൻറ്റിനുള്ള അധികാരം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് പൊതുവായ പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങൾ എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങളെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ പൗരന്മാർക്ക് അവകാശമില്ല. ഇതിൽ ആദ്യത്തെ 3 പ്രസ്താവനകളും മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ്. എന്നാൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട് എന്നാണ് പറയേണ്ടത്. ഇതിൽ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഉത്തരം വരുന്ന ഏതൊക്കെയാണ്? 1, 2, 3, അതായത് ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന നിർവചനത്തെക്കുറിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. ഓപ്ഷൻ എ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്, പാർലമെൻറ്റ് എന്നിവ സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന സർക്കാരുകളും നിയമസഭകളും ഇതിൽ ഉൾപ്പെടുന്നു. മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയ പ്രാദേശിക അധികാരികളും ഇതിൽ ഉൾപ്പെടുന്നു. LIC, ONGC തുടങ്ങിയ നിയമപരമായ സ്ഥാപനങ്ങളും സ്റ്റേറ്റ് എന്ന പരിധിയിൽ വരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 4
പ്രസ്താവനകളും ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന നിർവചനത്തിന് കീഴിൽ വരുന്നതായുണ്ട്. എല്ലാ ഓപ്ഷൻസും എന്താണ്? ശരിയാണ്. ആർട്ടിക്കിൾ 13 സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാണെന്ന് ആർട്ടിക്കിൾ 13 പ്രഖ്യാപിക്കുന്നു. കോടതികൾക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിനുള്ള അധികാരം ഈ ആർട്ടിക്കിൾ നൽകുന്നു. ഭരണഘടനാ ഭേദഗതികൾ നിയമം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നില്ലെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വിധിച്ചു. 3 പ്രസ്താവനകളും ആർട്ടിക്കിൾ 13 സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മൗലിക അവകാശങ്ങളുടെ സവിശേഷതയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇവ സമ്പൂർണ്ണമല്ല, മറിച്ച് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ ഒഴികെയുള്ളവ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇനി മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന കുറച്ച് മൗലികാവകാശങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭിക്കുന്ന കുറച്ച് മൗലികാവകാശങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ആർട്ടിക്കിൾ 14 സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് നോക്കാം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുള്ള ആശയമാണ്. നിയമങ്ങളുടെ തുല്യമായ സംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുള്ള ആശയമാണ്. നിയമത്തിന് മുന്നിൽ തുല്യത, അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളത് ഒരു പോസിറ്റീവ് ആശയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രാഷ്ട്രപതി, ഗവർണർമാർ എന്നിവർക്ക് ആർട്ടിക്കിൾ 14 നിന്ന് ചില പ്രത്യേക പരിരക്ഷകൾ ലഭിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിന് മുന്നിൽ തുല്യത എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടും എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് പോസിറ്റീവായിട്ടും കണക്കാക്കപ്പെടുന്നത്. ആ ഒരു പോയിന്റ് എന്താണ്? അവിടെ തെറ്റാണ്. അതുപോലെ രാഷ്ട്രപതി, ഗവർണർമാർ എന്നിവർക്ക് ആർട്ടിക്കിൾ 14 നിന്ന് ചില പ്രത്യേക എക്സെപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 15 പ്രകാരമുള്ള വിവേചന നിരോധനത്തെക്കുറിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നീ 5 കാരണങ്ങളാൽ പൗരന്മാരോട് വിവേചനം കാണിക്കുന്നത് ഭരണഘടന വിലക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ഈ ആർട്ടിക്കിൾ തടസ്സമല്ല. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റ് സംവരണം നൽകാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 15 പ്രകാരം മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നീ 5 കാരണങ്ങളാൽ പൗരന്മാരോട് വിവേചനം കാണിക്കാൻ പാടില്ല. അതുപോലെ ഈ ആർട്ടിക്കിൾ 5 പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകം വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിന് ഈ ഒരു ആർട്ടിക്കിൾ തടസ്സമാകില്ല. അതുപോലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റ് കൊടുക്കാൻ സർക്കാരിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് എന്തുണ്ട്? അധികാരമുണ്ട്. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന തത്വത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. എ വി ഡൈസി എന്ന ബ്രിട്ടീഷ് നിയമജ്ഞനാണ് ഈ റൂൾ ഓഫ് ലോ എന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. നിയമത്തിന് മുകളിൽ ആരുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാതലായിട്ടുള്ള ഒരു വശം. താഴെ പറയുന്നവയിൽ ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 2 പ്രകാരം വിവേചനം പാടില്ലാത്ത മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കടകൾ, പൊതു ഹോട്ടലുകൾ, വിനോദ സ്ഥലങ്ങൾ, കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, റോഡുകൾ, പൊതു റിസോർട്ടുകൾ. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എന്താണ്? ആർട്ടിക്കിൾ 15 പ്രകാരം അല്ലെങ്കിൽ 15 സബ്സെക്ഷൻ 2 പ്രകാരം വിവേചനം പാടില്ലാത്ത മേഖലകളാണ്. മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. ബി.പി. മണ്ഡൽ അധ്യക്ഷനായ രണ്ടാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1979 രൂപീകരിച്ചത്. പിന്നാക്ക വിഭാഗങ്ങൾക്ക്, അതായത് OBC സർക്കാർ ജോലികളിൽ 27% സംവരണം നൽകണമെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. VP സിംഗ് സർക്കാരാണ് 1990 ഈ ശുപാർശ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1 ഉറപ്പ് നൽകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. പ്രസംഗിക്കാനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി ആയുധങ്ങളില്ലാതെയും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വത്ത് സമ്പാദിക്കാനും കൈവശം വെക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ആർട്ടിക്കിൾ 19 ഭാഗമാണ്. ആദ്യത്തെ 2 പ്രസ്താവനകളും മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയാണ്. എന്നാൽ ഇന്ത്യയിൽ എവിടെയും സ്വത്ത് സമ്പാദിക്കാനും കൈവശം വെക്കാനുമുള്ള സ്വാതന്ത്ര്യം നിലവിൽ ആർട്ടിക്കിൾ 19 ഭാഗമല്ല. കാരണം 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്.
അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ സ്റ്റേറ്റിന് ഉൾപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഏർപ്പെടുത്താവുന്ന ന്യായമായ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? അതായത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അതിനകത്ത് സ്റ്റേറ്റിന് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. അതേതൊക്കെയാണ്? രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും സംബന്ധിച്ചതും, അതുപോലെ വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, കോടതി അലക്ഷ്യം, അപകീർത്തിപ്പെടുത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിൽ എന്താണ്? നമുക്ക് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1C എന്താണ്? സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1D ഇന്ത്യയിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1G ആണെങ്കിൽ ഏത് തൊഴിലിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. ഇത് മൂന്നും ഈ പറഞ്ഞ 3 ആർട്ടിക്കിൾസ് എന്താണ്? കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 20 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒരു വ്യക്തി കുറ്റം ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ തനിക്കെതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല. ഈ അവകാശം ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ലഭ്യമാണ്. ഈ പറഞ്ഞ 4 പ്രസ്താവനകളും എന്താണ്? ആർട്ടിക്കിൾ 20 പ്രകാരം ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ആർട്ടിക്കിൾ 21 സംബന്ധിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കാൻ പാടുള്ളതല്ല. ഈ അവകാശം പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും, അതായത് വിദേശികൾക്കും ലഭ്യമാണ്. ഗോപാലൻ കേസ്, മേനകാ ഗാന്ധി കേസ് എന്നിവ ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട പ്രധാന കേസുകളാണ്. ആർട്ടിക്കിൾ 21 പ്രകാരം എന്താണ്? നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനെയോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെയോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഹനിക്കാൻ പാടില്ല. ഈ അവകാശം നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും കൊടുക്കുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ്? ഗോപാലൻ കേസും മേനകാ ഗാന്ധി കേസും. ആർട്ടിക്കിൾ 21A പ്രകാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് ഒരു മൗലികാവകാശമാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശം 2010 ഏപ്രിൽ 1 നിലവിൽ വന്നത്. അതായത് 21A പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന എന്താണ്? മൗലിക അവകാശമാണ്. ഈ അവകാശം 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ മൗലിക അവകാശം അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആർട്ടിക്കിൾ 21 പ്രകാരം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ള മറ്റ് അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സ്വകാര്യതയ്ക്കുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, വിദേശയാത്രയ്ക്കുള്ള അവകാശം, സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശം. ഈ പറഞ്ഞ 4 എന്താണ്? ആർട്ടിക്കിൾ 21 പ്രകാരം സുപ്രീം കോടതി നൽകിയിട്ടുള്ള മറ്റ് അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 22 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ കാരണം അറിയിച്ചിരിക്കണം. തനിക്ക് ഇഷ്ടമുള്ള ഒരു അഭിഭാഷകനെ കാണുന്നതിനും ഉപദേശം തേടുന്നതിനുമുള്ള അവകാശം പൗരനുണ്ട്. അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അതിനകത്ത് യാത്രാ സമയം ഉൾപ്പെടുന്നില്ല. ഇനി കരുതൽ തടങ്കലിൽ ഉള്ളവർക്കും ശത്രു രാജ്യത്തെ പൗരന്മാർക്കും ഈ സംരക്ഷണം ലഭിക്കില്ല. ആർട്ടിക്കിൾ 22 പ്രകാരം എന്താണ്? ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയിക്കണം. അതുപോലെ അയാൾക്ക് അയാളുടെ അഭിഭാഷകനെ കാണാനും അതിൻ്റെ ഉപദേശം തേടാനുമുള്ള അവകാശമുണ്ട്. ഇനി അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഈ കരുതൽ തടങ്കലിലോ അല്ലെങ്കിൽ ശത്രു രാജ്യത്തെ പൗരന്മാർക്കുമാണെങ്കിൽ എന്താ? ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള ഈ അവകാശങ്ങളൊന്നും ലഭിക്കുകയില്ല. കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. ഒരു കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യാം? മുൻകരുതലായിട്ട് ആ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് തടങ്കലിൽ വെക്കുന്ന രീതിയാണ്. ഇനി സാധാരണഗതിയിലാണെങ്കിൽ ഒരാളെ 3 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? തടങ്കലിൽ വെക്കാൻ പാടുള്ളതല്ല. ഇനി തടങ്കൽ കാലാവധി നീട്ടണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെ ഒരു അഡ്വൈസറി ബോഡിയുടെ അനുമതിയും ആവശ്യമാണ്. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട് എന്താണ്? ശരിയാണ്. ആർട്ടിക്കിൾ 23 സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് നോക്കാം. മനുഷ്യക്കടത്ത്, അടിമത്തം, ബോഗർ അതായത് പ്രതിഫലമില്ലാതെ നിർബന്ധിതമായിട്ടുള്ള തൊഴിൽ ആർട്ടിക്കിൾ 23 പ്രകാരം നിരോധിക്കുന്നു. ഈ അവകാശം നമ്മുടെ പൗരന്മാർക്കും വിദേശികൾക്ക് ലഭ്യമാണ്. എന്നാൽ പൊതു ലക്ഷ്യങ്ങൾക്കായിട്ട് പൗരന്മാരെ കൊണ്ട് പ്രതിഫലമില്ലാതെ
സേവനം ചെയ്യിക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. അതായത് സൈനിക സേവനം പോലെയുള്ള കാര്യങ്ങൾക്ക് പൗരന്മാരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റും. ആർട്ടിക്കിൾ 24 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറിയിലോ ഖനികളിലോ അപകടകരമായ മറ്റ് തൊഴിലിടങ്ങളിലോ ജോലിക്ക് വെക്കുന്നത് നിരോധിക്കുന്നുണ്ട്. എന്നാൽ അപകടകരമല്ലാത്ത ജോലികളിൽ കുട്ടികളെ ഏർപ്പെടുത്തുന്നതിന് ഈ ആർട്ടിക്കിൾ പൂർണ്ണമായിട്ടും തടയുന്നില്ല. ഇനി ബാലവേല നിരോധന നിയമം ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986 ഇത് നിലയിൽ വന്നത്. 3 പ്രസ്താവനകളും എന്താണ്? ആർട്ടിക്കിൾ 24 പ്രകാരം ശരിയാണ്. ആർട്ടിക്കിൾ 25 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാ വ്യക്തികൾക്കും അവകാശം കൊടുക്കുന്നുണ്ട്. ഈ അവകാശം ഇന്ത്യൻ പൗരന്മാരെ പോലെ വിദേശികൾക്കും ലഭ്യമാണ്. പൊതുക്രമം, അതായത് പബ്ലിക് ഓർഡർ, ധാർമ്മികത, ആരോഗ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ അവകാശത്തിന്മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. സിഖ് മതവിശ്വാസികൾക്ക് കീർപ്പൺ ധരിക്കുന്നത് ആർട്ടിക്കിൾ 25 ഭാഗമായിട്ട് അനുവദനീയമാണ്. അതായത് ഈ കീർപ്പൺ എന്ന് പറയുന്നത് ഒരുതരം കത്തിയാണ്. അത് കൊണ്ടു നടക്കുന്നതിന് സിഖ് മതവിശ്വാസികൾക്ക് ആർട്ടിക്കിൾ 25 ഭാഗമായിട്ട് അവർക്ക് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? മതപരമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പരിപാലിക്കാനും ഓരോ മതവിഭാഗത്തിനും അവകാശമുണ്ട്. സ്വന്തം മതപരമായ കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. ജംഗമ സ്ഥാവര സ്വത്തുക്കൾ സ്വന്തമാക്കാനും നിയമപ്രകാരം അവ ഭരിക്കാനും അവകാശമുണ്ട്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ആർട്ടിക്കിൾ 26 പ്രകാരം മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ട് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 27, 28 എന്നിവയെക്കുറിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചരണത്തിനായി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ലെന്ന് ആർട്ടിക്കിൾ 27 വ്യക്തമാക്കുന്നു. പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാലയങ്ങളിൽ മതബോധം പാടില്ലെന്ന് ആർട്ടിക്കിൾ 28 നിഷ്കർഷിക്കുന്നു. സർക്കാർ അംഗീകരിച്ചതോ സഹായം നൽകുന്നതോ ആയ വിദ്യാലയങ്ങളിൽ മതപരമായ ചടങ്ങുകൾ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കരുത്. ആർട്ടിക്കിൾ 27 പ്രകാരം എന്താണ്? ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചരണത്തിനായിട്ട് നികുതി നൽകാൻ നിർബന്ധിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ പൂർണ്ണമായ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാലയങ്ങളിൽ മതബോധം പാടില്ല. ഇന്ന മതത്തിൽ വിശ്വസിക്കണമെന്നോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 28 പറയുന്നുണ്ട്. ഇനി സർക്കാർ അംഗീകരിച്ചതോ സഹായം നൽകുന്നതോ ആയ വിദ്യാലയങ്ങളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കാനും പാടില്ല. താഴെ പറയുന്നവയിൽ ആർട്ടിക്കിൾ 25 സബ്സെക്ഷൻ 2 പ്രകാരം ഹിന്ദുക്കൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ്? സിഖ് മതം, ജൈനമതം, ബുദ്ധമതം. ഈ പറഞ്ഞ 3 എന്ത് ചെയ്യുന്നു? ഹിന്ദു മതത്തിൽ ഉൾപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 32 സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 നൽകുന്നത്. ഇനി ഈ അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ എന്ത് ചെയ്തിട്ടുണ്ട്? വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാനാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം അധികാരം നൽകുന്നത്. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകളെ സംബന്ധിച്ച് താഴെ പറയുന്നവ വിശകലനം ചെയ്യുക. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാനാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള റിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മാൻഡമാസ് എന്താണ്? ഒരു പൊതു അധികാരിയോ ഉദ്യോഗസ്ഥനെയോ തൻ്റെ കടമ നിർവഹിക്കാത്തപ്പോൾ അത് ചോദ്യം ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണെന്ത്? മാൻഡമാസ്. ഇനി സെർഷ്യോററി എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികളിലെ കേസുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ പരിശോധിക്കാനായി മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഈ 3 എന്താണ്? 3 റിട്ടുകളും ശരിയാണ്. പ്രൊഹിബിഷൻ, കൊവാറൻറ്റോ എന്നീ റിട്ടുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കീഴ്ക്കോടതികളിൽ തങ്ങളുടെ അധികാര പരിധി മറികടന്ന് പ്രവർത്തിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്നതാണെന്ത്? പ്രൊഹിബിഷൻ. ഒരു വ്യക്തി ഏത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൊതു ഓഫീസ് കൈവശം വെക്കുന്നത് എന്ന് ചോദിക്കുന്നതാണ് കൊവാറൻറ്റോ. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226. ഈ പറഞ്ഞ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. നിർദ്ദേശക തത്വങ്ങളിലെ ചില സുപ്രധാന അനുച്ഛേദങ്ങളെക്കുറിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. അനുച്ഛേദം 39 സബ്സെക്ഷൻ D എന്താണ്? പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യവേതനം. ആർട്ടിക്കിൾ 41 എന്താണ്? ജോലി ചെയ്യാനുള്ള അവകാശവും വാർദ്ധക്യകാല സഹായവും. ആർട്ടിക്കിൾ 43A എന്താണ്? വ്യവസായശാലകളുടെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന ഈ 3 ആർട്ടിക്കിൾസും എന്താണ്? ശരിയാണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്?
1976 42-ാം ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 48A എന്ത് ചെയ്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വനങ്ങളും വന്യജീവികളും സംരക്ഷിക്കാൻ രാഷ്ട്രം പരിശ്രമിക്കണമെന്ന് ഈ വ്യവസ്ഥ ചെയ്യുന്നു. അതായത് ആർട്ടിക്കിൾ 48A എന്താണ്? വനവും വന്യജീവികളുടെ സംരക്ഷണവുമാണ്. അപ്പോൾ അതാണ് 1976 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി വനങ്ങളും വന്യജീവികളും സംരക്ഷിക്കാൻ രാഷ്ട്രം പരിശ്രമിക്കണമെന്നും എന്ത് ചെയ്യുന്നു? ഇത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായ പ്രസ്താവനകൾ പരിശോധിക്കുക. ഭരണഘടനയുടെ 4A അനുച്ഛേദം 51A പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സൊറൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ നടപ്പിലാക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നുമാണ് ഈ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഈ 4 പ്രസ്താവനകളും എന്താണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ്. മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണത്തെയും ഭേദഗതിയെയും കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 1976 മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ എത്രയായിരുന്നു എണ്ണം? 10 ആയിരുന്നു. ഇനി 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 11-ാമത്തെ മൗലിക കർത്തവ്യം എന്ത് ചെയ്തിരിക്കുന്നത്? കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ കൂട്ടിച്ചേർത്തത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുക എന്നതാണ് 11-ാമത്തെ കർത്തവ്യം. അപ്പോൾ 3 പ്രസ്താവന എന്താണ്? ശരിയാണ്. താഴെ പറയുന്നവയിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് നോക്കാം. ഭരണഘടനയെ അനുസരിക്കുകയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അയിത്തം നിർമ്മാർജ്ജനം ചെയ്യുകയും അത് ആചരിക്കുന്നത് തടയുകയും ചെയ്യുക, വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണ ബുദ്ധിയും വളർത്തുക. ഉൾപ്പെടാത്തത് ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നതല്ല. അത് ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള ഒരു മൗലിക അവകാശമാണ്. മൗലിക കർത്തവ്യങ്ങളുടെ നിയമപരമായ വശങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. അത് വിദേശികൾക്ക് ബാധകമല്ല. മൗലിക കർത്തവ്യങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകാൻ ഭരണഘടനയിൽ നേരിട്ട് വ്യവസ്ഥയുമില്ല. ഇനി മൗലിക കർത്തവ്യങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത്. മൗലിക കർത്തവ്യങ്ങളും വർമ്മ കമ്മിറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? മൗലിക കർത്തവ്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകൾ പരിശോധിക്കാനാണ് വർമ്മ കമ്മിറ്റിയെ നിയമിച്ചത്. ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയുന്നതിനുള്ള നിയമം 1971 നിലവിലുണ്ടെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. വന്യജീവി സംരക്ഷണ നിയമം, അതായത് 1972 വന്യജീവി സംരക്ഷണ നിയമവും വനസംരക്ഷണ നിയമം 1998 വനസംരക്ഷണ നിയമം എന്നിവ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വർമ്മ കമ്മിറ്റി എന്ത് ചെയ്തു? നിരീക്ഷിച്ചു. ഈ 3 പ്രസ്താവനകളും അപ്പോൾ എന്താണ്? ശരിയാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധികൾ പരിശോധിക്കുക. എയിംസ് സ്റ്റുഡൻസ് യൂണിയൻ കേസ് 2001 കേസാണ്. മൗലിക കർത്തവ്യങ്ങൾ മൗലിക അവകാശങ്ങളെ പോലെ തന്നെ പ്രധാനമാണെന്നും അവ പരസ്പരം പൂരകങ്ങളാണെന്നും എന്ത് ചെയ്തു? കോടതി നിരീക്ഷിച്ചു. 2 ശ്യാം നാരായൺ ചൗക്സി കേസ് 2017 സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം നിർബന്ധമായും കേൾപ്പിക്കണമെന്നും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ പിന്നീട് അതിൽ എന്ത് ചെയ്തു? മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രസ്താവനകൾ അല്ലെങ്കിൽ 2 കേസുകളും മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൗലിക കർത്തവ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ജനാധിപത്യ വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പായി ഇവ പ്രവർത്തിക്കുന്നു. ഒരു നിയമത്തിൻ്റെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കാൻ കോടതികളെ ഇവ സഹായിക്കുന്നു. പൗരന്മാർ മൗലിക കർത്തവ്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോടതികൾക്ക് നേരിട്ട് ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കും. 3-ാമത്തെ പ്രസ്താവന മാത്രമാണ് എന്ത് തെറ്റ്? മൗലിക കർത്തവ്യങ്ങൾ കോടതി വഴി നേരിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. എന്നാൽ പാർലമെൻറ്റ് നിയമിക്കുന്ന ചില പ്രത്യേക നിയമങ്ങൾ വഴി എന്ത് ചെയ്യും? ഇവ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകാനും സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ആർട്ടിക്കിൾ 51A സബ്സെക്ഷൻ G പ്രകാരം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ കർത്തവ്യം നടപ്പിലാക്കാൻ സഹായിക്കുന്ന നിയമങ്ങളാണിത്. വന്യജീവി സംരക്ഷണ നിയമവും പരിസ്ഥിതി സംരക്ഷണ നിയമവും. ഇനി ദേശീയ പതാകയെ സംബന്ധിച്ച് ദേശീയ പതാകയെ അപമാനിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971 പ്രകാരം ശിക്ഷാർഹമാണ്. ഇനി സൊറൻ സിംഗ് കമ്മിറ്റി എന്നാണ് 8 കർത്തവ്യങ്ങളാണ് ശുപാർശ ചെയ്തത്. എന്നാൽ ഇതിൽ സർക്കാർ എത്ര 10 എണ്ണമാണ് ഉൾപ്പെടുത്തിയത്.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഭരണഘടനയെ അനുസരിക്കുക, അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നതാണ് ആദ്യത്തെ കർത്തവ്യം. അത് 51A സബ്സെക്ഷൻ എയിലാണ് പറയുന്നത്. ഇനി സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ഉദാത്തമായ ആശയങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അത് 51A സബ്സെക്ഷൻ ബിയിലാണ് വരുന്നത്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക എന്നത് സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതിലാണ്? 51A സിയിലാണ് വരുന്നത്. ഈ 3 പ്രസ്താവനകളും അപ്പോൾ എന്താണ്? ശരിയാണ്. ലിംഗവിവേചനത്തിനെതിരെയും സാഹോദര്യത്തെക്കുറിച്ചും പറയുന്ന മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വ്യത്യാസങ്ങൾക്കതീതമായി സാഹോദര്യം വളർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക. മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഈ അനുച്ഛേദത്തിൻ്റെ ഭാഗമാണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇത് ശരിയായിട്ടുള്ള. മൂന്നാമത് പറയുന്ന മിശ്ര വിവാഹങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യവും എന്ത് ചെയ്യുന്നില്ല? മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നില്ല ഭരണഘടനയിൽ. താഴെ നൽകിയിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളും അവയുടെ അനുച്ഛേദങ്ങളും ശരിയായ ജോഡി ചേർത്തത് ഏതാണെന്ന് നോക്കാം. 51AG എന്താണ് പറയുന്നത്? വനങ്ങളും വന്യജീവികളും ഉൾപ്പെടെയുള്ള പ്രകൃതി പരിസ്ഥിതിയെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. 51AH എന്താണ്? ശാസ്ത്രീയ മനോഭാവവും അന്വേഷണ തൃഷ്ണയും വളർത്തുക. 51AI എന്താണ്? പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം വെടിയുകയും ചെയ്യുക. 51AJ വ്യക്തിപരവും കൂട്ടായമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ മികവ് പുലർത്തുക. ഈ പറയുന്ന 4 ആർട്ടിക്കിൾസും എന്താണ്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ജോഡിയാണ്. ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർത്ത മൗലിക കർത്തവ്യത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 2002 86 ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു മൗലിക കർത്തവ്യം, അതായത് 51A സബ്സെക്ഷൻ K കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയോ കർത്തവ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 72 പ്രകാരം രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാൻ അധികാരമുണ്ട്. സംസ്ഥാന ഗവർണർക്ക് മാപ്പ് നൽകാനുള്ള അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 161 പ്രകാരമാണ്. ഇനി സൈനിക കോടതികൾ വിധിക്കുന്ന ശിക്ഷകളിൽ ഇളവ് നൽകാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? 72 പ്രകാരം രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. അത് ശരിയാണ്. അതുപോലെ ആർട്ടിക്കിൾ 161 പ്രകാരം സംസ്ഥാന ഗവർണർക്കും മാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. എന്നാൽ സൈനിക കോടതികൾ വിധിക്കുന്ന ശിക്ഷകളിൽ ഇളവ് നൽകാൻ ഗവർണർക്ക് അധികാരമില്ല. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖം ആദ്യമായിട്ട് ഭേദഗതി ചെയ്തിരിക്കുന്നത്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത് 61ാം ഭേദഗതിയിലൂടെയാണ്. 61ാം ഭേദഗതി ഏത് വർഷമാണ്? 1989 രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്നും 62 വർദ്ധിപ്പിച്ചത് 15ാം ഭേദഗതി പ്രകാരമാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അതാത് സംസ്ഥാനത്തെ ഗവർണറാണ്. ആണോ? അല്ല. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഒരു വ്യക്തിയെ ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1ഉം 3ഉം ശരിയാണ്. 2ൽ എന്താണ് തെറ്റ്? ഗവർണർ അല്ല നിയമിക്കുന്നത്, പകരം ആരാണ്? രാഷ്ട്രപതിയാണ്. ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് താഴെ പറയുന്ന ജോഡികൾ ശ്രദ്ധിക്കുക. 52ാം ഭേദഗതി എന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ്. 73, 74 ഭേദഗതികൾ ഏതൊക്കെയാണ്? 73 പഞ്ചായത്ത് രാജും 74 നഗരപാലിക നിയമങ്ങളുമാണ്. 91ാം ഭേദഗതി എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മന്ത്രിസഭയുടെ അംഗസംഖ്യ നിയന്ത്രിക്കൽ. അപ്പോൾ ഈ 3 പറഞ്ഞ ജോഡികളും എന്താണ്? ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യകാല ഭേദഗതികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1951 1ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 9ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ 31A, 31B എന്നിവ 1ാം ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയത്. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് 1956 7ാം ഭരണഘടനാ ഭേദഗതി. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ആദ്യകാല ഭേദഗതികളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ്. ഭരണപ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏത്? 10ാം ഭേദഗതി 1961 ദദ്ര നഗർ ഹവേലിയെയും
12ാം ഭേദഗതി 1961 തന്നെ ഗോവ ദാമൻ ദിയുവിനെയും 14ാം ഭേദഗതി 1962 പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി. ഇത് മൂന്നും എന്താണ്? ഈ പറയുന്ന ഭേദഗതികളിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 1960 9ാം ഭേദഗതി ഇൻഡോ പാക് കരാർ പ്രകാരം ബേരുവാരി യൂണിയൻ എന്ത് ചെയ്തു? പാകിസ്ഥാനുമായി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 239A കൂട്ടിച്ചേർത്തത് 14ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സിന്ധി ഭാഷയെ 8ാം ഷെഡ്യൂളിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയത് 15ാം ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ആ പറഞ്ഞത് എന്താണ്? തെറ്റാണ്. കാരണം സിന്ധി ഭാഷയെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത് 21ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1967 21ാം ഭേദഗതി പ്രകാരം. ഇനി 15ാം ഭേദഗതി എന്താണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്നും 62 മാറ്റിയതാണ്. ഭരണഘടനാ ഭേദഗതികളും അവ നടന്ന വർഷങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുക. 11ാം ഭേദഗതി ഏത് വർഷമായിരുന്നു? 1961. 13ാം ഭേദഗതി നാഗാലാൻഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് 1962. 21ാം ഭേദഗതി 1967. അപ്പോൾ ഈ 3 ജോഡികളും എന്താണ്? ശരിയാണ്. ഡൽഹിയുടെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 69ാം ഭേദഗതിയിലൂടെ, അതായത് 1991 69ാം ഭേദഗതിയിലൂടെ ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന പദവി നൽകി. ഡൽഹിയിൽ നിയമസഭയും മന്ത്രിസഭയും നിലവിൽ വരാൻ ഈ ഭേദഗതി വഴിയൊരുക്കി. ആർട്ടിക്കിൾ 239A ആർട്ടിക്കിൾ 239AB എന്നിവയും ഇതിനായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ മൂന്നും, അതായത് 69ാം ഭേദഗതിയിലൂടെയാണ് ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന പദവി നൽകിയതും ഡൽഹിയിൽ നിയമസഭയും മന്ത്രിസഭയും നിലവിൽ വരാനും ഈ ഭേദഗതി കാരണമായി. അതുപോലെ ആർട്ടിക്കിൾ 239A 239AB ഭരണഘടനയിൽ ഇതിനായിട്ട് കൂട്ടിച്ചേർത്തു. താഴെ പറയുന്ന ഭേദഗതികളും അവയുടെ പ്രത്യേകതകളും ജോഡി ചേർക്കാം. 56ാം ഭേദഗതി 1987 എന്ത് ചെയ്തു? ഗോവയെ ഒരു സംസ്ഥാനമാക്കി മാറ്റി. 65ാം ഭേദഗതി 1990 SC/ST കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. 71ാം ഭേദഗതി 1992 എന്ത് ചെയ്തു? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകളെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. ഇത് ശരിയാണോ നമുക്ക് നോക്കാം. 1987 56ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? ഗോവയെ ഒരു സംസ്ഥാനമാക്കി ഉയർത്തിയത്. അതുപോലെ 65ാം ഭേദഗതിയിലൂടെ 1990 65ാം ഭേദഗതിയിലൂടെ SC/ST കമ്മീഷൻ എന്ത് ചെയ്തു? ഭരണഘടനാ പദവി നൽകി. 1992 71ാം ഭേദഗതിയിലൂടെയാണ് കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകളെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും എന്താണ്, അല്ലെങ്കിൽ ജോഡികളും എന്താണ്? ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. 1992 73ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകുകയും പാട്ടിനായണം 11ാം ഷെഡ്യൂളും കൂട്ടിച്ചേർത്തത്. 92 74ാം ഭേദഗതിയിലൂടെ നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലൂടെ 12ാം ഷെഡ്യൂളും എന്ത് ചെയ്തു? ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് എന്താണ്? ശരിയാണ്. ഈ 2 ഭേദഗതികളിൽ നിലവിൽ വന്നത് 1993 അപ്പോൾ എന്താണ്? 3 പ്രസ്താവനകളും എന്താണ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയാണ്. വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 21A പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റിയത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിലൂടെ 11ാമത്തെ മൗലിക കർത്തവ്യം, അതായത് 51A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണല്ലോ. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ലോക്സഭയുടെ അംഗസംഖ്യ നിജപ്പെടുത്തിയ 91ാം ഭേദഗതി 2003 അതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ലോകസഭയിലെയും നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം. ഡൽഹി നിയമസഭയിൽ ഇത് 10% നിജപ്പെടുത്തിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 കുറയാനും പാടില്ല. അപ്പോൾ 91ാം ഭേദഗതി പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ലോകസഭയിലെയും നിയമസഭകളിലെയും ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ത്? മന്ത്രിമാരുടെ എണ്ണം. അതുപോലെ ഡൽഹി നിയമസഭയിലാണെങ്കിൽ ഇത് 10%, അതുപോലെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണമാണെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരിൽ കുറയാനും പാടില്ല.
താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏതൊക്കെ? 89-ാം ഭേദഗതിയിലൂടെ എന്താണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ രണ്ടായി വിഭജിച്ചു. അവരുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 338 338A മാറ്റി. 92-ാം ഭേദഗതിയിലൂടെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി എന്നീ ഭാഷകളെ എന്ത് ചെയ്തു? 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. അതുപോലെ 97-ാം ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകി. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളാണ്. നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. ഭാഷകളുമായി ബന്ധപ്പെട്ട് 92-ാം ഭേദഗതിക്ക് ശേഷം 8-ാം ഷെഡ്യൂളിലെ ആകെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. 106-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലും സ്ത്രീകൾക്ക് 1/3 സംവരണം ഉറപ്പാക്കുന്നതാണ് ഈ ഭേദഗതി. 2023 സെപ്റ്റംബറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ ഭേദഗതിക്ക് 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി എന്ത് ചെയ്തു? അംഗീകാരം നൽകി. ഈ ഭേദഗതി നടപ്പാക്കുന്നതിനായി ആർട്ടിക്കിൾ 330A, 332A, 334A എന്നിവ എന്ത് ചെയ്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ 106-ാം ഭരണഘടനാ ഭേദഗതി, അതായത് നാരി ശക്തി വന്ദൻ അധിനിയമപ്രകാരം ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. 105-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താനും പട്ടിക തയ്യാറാക്കാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് ഈ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ച് നൽകി. ഇതിലൂടെ ആർട്ടിക്കിൾ 338B, 342A, 366 എന്നിവ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. സുപ്രീം കോടതിയുടെ മറാത്ത സംവരണ കേസ് വിധിയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ഭേദഗതി ഉണ്ടായിരിക്കുന്നത്. 3 പ്രസ്താവനകളും അപ്പോൾ എന്താണ്? 105-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്ന ഏത്? ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 106-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദഗതി നിയമം 128-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് എന്ത് ചെയ്തത്? പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 128-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുപോലെ 105-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 127-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു. ഇനി വനിതാ സംവരണ ബില്ല് 106-ാം ഭേദഗതി എന്താണ്? രാജ്യസഭയിൽ ഏകകണ്ഠമായിട്ടാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഈ 3 പ്രസ്താവനകളും ഭേദഗതി ബില്ലുകളെ സംബന്ധിച്ച് ശരിയാണ്. അപ്പോൾ ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി. നൽകിയിട്ടുള്ളവയെല്ലാം ശരിയാണ്. ഷെഡ്യൂളിലെ ലിസ്റ്റുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികൾ ശ്രദ്ധിക്കുക. യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ക്രമസമാധാനം, കൃഷി, പൊതുജനാരോഗ്യം. ഇനി കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിലോ വിദ്യാഭ്യാസം, വനം, വിവാഹവും വിവാഹമോചനവും. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങളും എന്താണ്? ഈ പറയുന്ന ജോഡികൾ എന്താ? ശരിയാണ്. അപ്പം ഈ ലിസ്റ്റുകൾ എന്താ? കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരമാണ് ഏത്? അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അനുച്ഛേദം 248 പ്രകാരം അവശിഷ്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇനി കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ് എന്ത്? അവശിഷ്ട അധികാരം എന്നിട്ടുള്ളൊരു ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് എന്താണ്? 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വിഷയങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണുള്ളത്? 100 വിഷയങ്ങളാണ്. അപ്പോൾ അത് ശരിയാണ്. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളുണ്ട്? 61 വിഷയങ്ങളാണ്. അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ തുടക്കത്തിൽ 52ഉം ഇപ്പോൾ 47 കുറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ്? കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ തുടക്കത്തിൽ 47 വിഷയങ്ങളാണെങ്കിൽ ഇപ്പോൾ അതിലെത്രയാണ്? 52 വിഷയങ്ങളാണുള്ളത്. അപ്പം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി, അതായത് 3 മാത്രമാണ്. അഖിലേന്ത്യാ സർവീസുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 14-ൽ ആർട്ടിക്കിൾ 308 മുതൽ 323 വരെയാണ് എന്ത്? സിവിൽ സർവീസുകളെക്കുറിച്ച് പറയുന്നത്. IAS, IPS എന്നിവയ്ക്ക് പുറമെ IFS എന്നത് അഖിലേന്ത്യാ സർവീസായി രൂപീകരിച്ചത് 1966-ലാണ്. പുതിയൊരു അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാൻ ശുപാർശ നൽകിയത് ആരാണ്? ശുപാർശ നൽകാൻ രാജ്യസഭയ്ക്കാണ് അധികാരമുള്ളത്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 312 പ്രകാരം. ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസുകളുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസുകളുടെ. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ സിവിൽ സർവീസുകളുടെ പിതാവ് ആരായിരുന്നു? ആരാണ്? അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലാണ്.
താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഭരണപരിഷ്കരണ കമ്മീഷൻ ഹനുമന്തയ്യ മൊറാർജി ദേശായിക്ക് ശേഷം അധ്യക്ഷനായതാണ്. അതുപോലെ പുഞ്ചി കമ്മീഷൻ ഏതാണ്? 2007 രൂപീകരിച്ചു. ഇന്ത്യൻ സ്റ്റേറ്റ് കൗൺസിലാണെങ്കിൽ ആർട്ടിക്കിൾ 263. കേന്ദ്ര സിവിൽ സർവീസ് ആണെങ്കിൽ KAS. ഇതിൽ കേന്ദ്ര സിവിൽ സർവീസ് ആണോ ഏത്? KAS എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെയാണ്. അപ്പം അതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. സിക്കിമിനെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കിയതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 35-ാം ഭേദഗതിയിലൂടെ, അതായത് 1974 35-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകിയത്. എന്നാൽ 36-ാം ഭേദഗതി 75-ലെ 36-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? സിക്കിം ഇന്ത്യൻ യൂണിയനിലെ 22ാമത്തെ സംസ്ഥാനമായി മാറി. 36-ാം ഭേദഗതി നിലവിൽ വന്നത് 76-ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 3-ാമത്തതും. ശരി ഏതാണ്? 1-ഉം 2-ഉം മാത്രമാണ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 525-ൽ നിന്നും 545 വർദ്ധിപ്പിച്ചത് 31-ാം ഭേദഗതി, അതായത് 1972-ലെ 31-ാം ഭേദഗതി പ്രകാരമാണ്. 1971-ലെ സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ ഭേദഗതി നിലവിൽ വന്നത് 74-ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? 1-ഉം 2-ഉമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42-ാം ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതിലൂടെയാണ്? ഈ ഭേദഗതിയിലൂടെയാണ്, 42-ാം ഭേദഗതിയിലൂടെ. ആർട്ടിക്കിൾ 51A ഈ ഭേദഗതിയുടെ ഭാഗമായിട്ട് എന്താണ്? കൂട്ടിച്ചേർത്തതാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്തത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതികൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥയും ഇതിലൂടെ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതി 76-ലെ 42-ാം ഭേദഗതി എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ബാക്കി പോയിൻറ്റ്സൊക്കെ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. താഴെ പറയുന്ന ഭേദഗതികളും അവയുടെ പ്രത്യേകതകളും ശരിയായ ജോഡി ചേർക്കുക. 24-ാം ഭേദഗതി 71-ലെ 24-ാം ഭേദഗതി എന്താണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരം നൽകിയിരിക്കുന്നത്? പാർലമെൻറ്റിനാണ്. ഇനി 26-ാം ഭേദഗതി 71-ലെ തന്നെ 26-ാം ഭേദഗതി പ്രകാരം എന്താണ്? നാട്ടുരാജാക്കന്മാരുടെ പ്രിവി പേഴ്സും പദവികൾ എന്ത് ചെയ്തു? നിർത്തലാക്കി. 76-ലെ 42-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അപ്പോൾ 3 കാര്യങ്ങളും എന്താണ്? 3 ജോഡിയും ശരിയാണ്. ഭരണഘടനയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 42-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 323A-യും 323B-യും ഇതിനായിട്ട് ഉൾപ്പെടുത്തി. പാർട്ട് 14A-യിൽ എന്ത് ചെയ്തു? 14A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കം ചെയ്തു. അതായത് 1978-ലെ 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. സ്വത്തവകാശം ഇപ്പം ആർട്ടിക്കിൾ 300A-യിലാണ്. അത് ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഭേദഗതി നടക്കുമ്പോൾ മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 42-ാം ഭേദഗതിയിലൂടെ 6 വർഷമായി വർദ്ധിപ്പിച്ച ലോകസഭയുടെയും നിയമസഭകളുടെയും കാലാവധി 44-ാം ഭേദഗതിയിലൂടെ വീണ്ടും എന്താക്കി? 5 വർഷമായിട്ട് കുറച്ചു. പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും കോറം സംബന്ധിച്ച വ്യവസ്ഥകൾ ഈ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-ഉം 2-ഉം പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. താഴെ പറയുന്ന ജോഡികൾ ശ്രദ്ധിക്കാം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ആർട്ടിക്കിൾ 19(1)(f) എന്ത് ചെയ്തു? അതുപോലെ ആർട്ടിക്കിൾ 31 നീക്കം ചെയ്തു. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും എതിരെയുള്ള തെരഞ്ഞെടുപ്പ് കേസുകളിൽ കോടതികൾക്ക് ഇടപെടാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുകയും ക്യാബിനറ്റ് എന്ന വാക്ക് ആർട്ടിക്കിൾ 352 എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. 1985-ലെ 52-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ 10-ാം ഷെഡ്യൂൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു.
ആർട്ടിക്കിൾ 102, 191 എന്നിവയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളും വരുത്തുകയും ചെയ്തു. 1985 52-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്, കൂറുമാറ്റ നിരോധന നിയമം നിലയിൽ വന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, 10-ാം ഷെഡ്യൂളും ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയും ആർട്ടിക്കിൾ 102, 191 എന്നിവയിൽ എന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനയിലെ വോട്ടിംഗ് പ്രായം കുറച്ചതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 1989 61-ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ചത്. ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ ഭേദഗതി നടപ്പിലാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു, രാജീവ് ഗാന്ധി ആയിരുന്നു. അപ്പോൾ വോട്ടിംഗ് പ്രായവുമായി ബന്ധപ്പെട്ടുള്ള 3 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. രാഷ്ട്ര നയരൂപീകരണത്തിലെ നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കാം. ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇവ കോടതി മുഖേന നടപ്പിലാക്കാൻ സാധിക്കാത്തവയാണ്. സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യ ഈ ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ 4 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 36-നെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് നോക്കാം. നിർദ്ദേശക തത്വങ്ങളിലെ ഭരണകൂടം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന പദത്തിന് മൗലിക അവകാശങ്ങളിൽ നൽകിയിട്ടുള്ള അതേ അർത്ഥം തന്നെയാണുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പാർലമെൻറ്റ്, നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ 2 പ്രസ്താവന ആർട്ടിക്കിൾ 36-നെ സംബന്ധിച്ചിട്ട് ശരിയാണ്. ആർട്ടിക്കിൾ 45-ൽ വന്ന മാറ്റത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ 45-ൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം കൊണ്ടുവന്നത്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകാൻ രാഷ്ട്രം പരിശ്രമിക്കണമെന്നതാണ് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നത്. മാത്രമല്ല ഇതിപ്പോൾ ഒരു മൗലിക അവകാശമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതായത് ആർട്ടിക്കിൾ 21A-യിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കേസുകൾ പരിശോധിക്കാം. ചമ്പകം ദൊരൈരാജൻ കേസിൽ 1951-ൽ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ തർക്കമുണ്ടായാൽ മൗലിക അവകാശങ്ങൾക്കാണ് മുൻഗണന എന്ന് സുപ്രീം കോടതി വിധിച്ചു. അതുപോലെ കേശവാനന്ദ ഭാരതി കേസിൽ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇനി മിനർവ കേസിൽ എന്താണ് പറയുന്നത്, ഇവ രണ്ടും തമ്മിലുള്ള തുലനാവസ്ഥ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7-ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243-നെ സംബന്ധിച്ച് താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. 243A എന്ന് പറഞ്ഞാൽ ഗ്രാമസഭയുടെ രൂപീകരണവും 243 എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ 3 തലങ്ങളിലുള്ള ഘടനയാണ്. ഇനി 243D എന്ന് പറഞ്ഞാൽ SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമുള്ള സീറ്റ് സംവരണമാണ്. ഇനി 243E എന്ന് പറഞ്ഞാൽ എന്താണ്, പഞ്ചായത്തുകളുടെ കാലാവധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്നത് ഏതാണ്, 243F'ലാണ് പറയുന്നത്. 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പഞ്ചായത്തുകളുടെ അധികാര പരിധിയിലുള്ള വിഷയങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് നോക്കാം. കൃഷിയും ഭൂമി പരിഷ്കരണവും കുടിവെള്ള വിതരണവും ഗ്രാമീണ വൈദ്യുതീകരണം ഇതൊക്കെ 11-ാം ഷെഡ്യൂളിൽ പഞ്ചായത്തുകളുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. അതുപോലെ നഗരാസൂത്രണം വരുന്നത് എവിടെയാണ്, മുനിസിപ്പാലിറ്റികളിലാണ്. അതായത് 12-ാം ഷെഡ്യൂളിലാണ് വരുന്നത്. ദരിദ്ര നിർമ്മാർജ്ജന പദ്ധതികൾ ഏതിലാണ്, 11-ാം ഷെഡ്യൂളിലാണ് വരുന്നത്. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാം. ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏതാണ്, ഏപ്രിൽ 24 ആദ്യമായി 50% സ്ത്രീ സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്, ബീഹാറാണ്. പഞ്ചായത്തി രാജ് ശുപാർശ ചെയ്ത പ്രധാന കമ്മിറ്റികൾ ഏതൊക്കെയാണ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, എല്ലാം സിംഗ്വി കമ്മിറ്റി ഏതാണ്, 1986. ഭരണഘടനാ ഭേദഗതി ഏതൊക്കെയാണ്, പാർട്ട് 9 243 മുതൽ 243O വരെയാണ്. 74-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? നഗരപ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഈ ഭേദഗതിയിൽ പറയുന്നത്. ഈ നിയമം നിലവിൽ വന്ന എന്നാണ്, 1993 ജൂൺ 1 നിലവിൽ വന്നിരിക്കുന്നത്. ഈ ഭേദഗതി വഴിയാണ് ഭരണഘടനയിൽ പാർട്ട് 9A എന്ന ഭാഗം പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്.
ഇനി മുനിസിപ്പാലിറ്റികളുടെ പരിധിയിൽ വരുന്ന 29 വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളുടെ പരിധിയിൽ വരുന്ന 18 വിഷയങ്ങളെക്കുറിച്ചാണ് ഈ ഭേദഗതിയിൽ പറയുന്നത്. ഇനി 29 വിഷയങ്ങൾ വരുന്നത് എവിടെയാണ്? അത് പഞ്ചായത്ത് രാജിൻ്റെ കേസിലാണ് വരുന്നത്. ഘടനയിലെ ആർട്ടിക്കിളുകളും അവ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏതും? 243 എന്താണ്? മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണവും. 243 എന്താണ്? മുനിസിപ്പാലിറ്റികളുടെ അധികാരം, ഉത്തരവാദിത്തങ്ങൾ. ഇനി 243 എന്താണ്? മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി. ഇനി 243 എന്താണ്? തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നത് വിലക്കുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളും എന്താണ്? ശരിയാണ്.